നമ്മുടെ ടോപ്പിക്കാണ് മെത്തേഡ് ഓഫ് ഡാം പ്രൂഫിംഗ് എന്നാണ് പറയുന്നത്. എങ്ങനെയാണ് ഇത് ഡാം പ്രൂഫിംഗ് ചെയ്യുന്ന രീതികൾ, അപ്പോൾ അതിൻ്റെ കാരണങ്ങളും ദോഷങ്ങളും അതിനുപയോഗിക്കുന്ന മെറ്റീരിയൽസൊക്കെ നമ്മൾ പഠിച്ചു. ഇനി നമ്മളോട് പറയുന്നത് മെത്തേഡ്സ് ഓഫ് ഡാം പ്രൂഫിംഗ് ആണ്. ഡാം പ്രൂഫിംഗ് നമുക്കതിനെ ചെയ്യാം, ഏത് രീതിയിലൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത് എന്നാണ്. അപ്പോൾ അതിലൊന്നാമത്തെ ഇതിൽ പറയുന്നുണ്ട് ഫൗണ്ടേഷനിലെ ഡാം പ്രൂഫിംഗ് പറയുന്നുണ്ട്. ഫൗണ്ടേഷനിലെ ഡാം പ്രൂഫിംഗ്. രണ്ടാമത് പറയുന്നത് ബേസ്മെൻറ്റിലെ ഡാം പ്രൂഫിംഗ് ആണ് പറയുന്നത്. മൂന്നാമത് പറയുന്നത് ഫ്ലോറിലെ ഡാം പ്രൂഫിംഗ് പറയുന്നുണ്ട്. നാലാമത് പറയുന്നത് ഭിത്തിയിലെ ഡാം പ്രൂഫിംഗ് പറയുന്നുണ്ട്. ഇങ്ങനെ 4 രീതിയിൽ നമുക്ക് ഡാം പ്രൂഫിംഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 4 രീതിയിൽ നമുക്ക് ചെയ്യാമെന്നാണ് നമ്മളോട് പറയുന്നത്. 4 രീതിയിൽ മെത്തേഡ് ഓഫ് ഡാം പ്രൂഫിംഗ് 4 രീതിയിൽ നമുക്ക് ചെയ്യാം. ഒന്ന് ഫൗണ്ടേഷനിൽ ചെയ്യാം. രണ്ടാമത്തേത് എവിടെ ചെയ്യാൻ പറഞ്ഞാൽ ബേസ്മെൻറ്റ്, അല്ലേ? ഫൗണ്ടേഷൻ്റെ മുകളിൽ വരുന്നത് ബേസ്മെൻറ്റാണ്. ബേസ്മെൻറ്റിൽ ചെയ്യാം. പിന്നെ എവിടെ ചെയ്യാമെന്ന് പറഞ്ഞാൽ ഫ്ലോറിൽ ചെയ്യാം. പിന്നെ നമുക്ക് എവിടെ ചെയ്യാം? ചുമരുമ ചെയ്യാം. നമ്മളോട് പറഞ്ഞു ഇതിൻ്റെ കാരണങ്ങൾ പറഞ്ഞപ്പോൾ ഏതൊക്കെ കാരണങ്ങളാണ്. അപ്പോൾ ഈ ചുമര് വഴി വരാം, അതുപോലെ തന്നെ ഫൗണ്ടേഷൻ വഴി ബേസ്മെൻറ്റിലേക്ക് മുകളിലേക്ക് കയറി വരാം. ഇതൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു, അതിൻ്റെ കാരണങ്ങൾ നമ്മൾ പറഞ്ഞിരുന്നു, അല്ലേ? അതുപോലെ തന്നെ ഈ 4 രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഡാം പ്രൂഫിംഗ് ചെയ്യാം. അപ്പോൾ അതിൽ ഒരു ചിത്രത്തോട് കൂടിയിട്ടാണ് കൊടുത്തിരിക്കണം കേട്ടോ. നിങ്ങൾ ആ ചിത്രം വരയ്ക്കണം എന്നൊന്നുമില്ല, നമുക്കതിൻ്റെ ഇത് കൊടുത്താലും മതി. എയർ ഡ്രെയിൻ സ്ഥാപിച്ചിട്ട് ഈർപ്പം മുകളിലേക്ക് കയറുന്നത് ഒഴിവാക്കാം. ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ എയർ ഡ്രെയിൻ സ്ഥാപിച്ച് ഈർപ്പം മുകളിലോട്ട് കയറുന്നത് ഒഴിവാക്കാം. പുറം ചുമരിന് പാരലായി 20 മുതൽ 30 സെൻറ്റിമീറ്റർ വരെ വീതിയിൽ സ്ഥാപിക്കുന്ന അറയാണ് എയർ ഡ്രെയിൻ എന്ന് പറയുന്നത്. എയർ ഡ്രെയിൻ എന്ന് പറയുന്നത് മുകളിലെ RCC സ്ലാബ് തുറന്ന് അകത്ത് ജലം കടക്കുന്നത് പരിശോധിക്കാം. വായു കടക്കുന്നതിനായിട്ട് ഓപ്പണിംഗ് ഉണ്ട്. എന്താ പറയണത്? ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ നമുക്ക് എയർ ഡ്രെയിൻ കൊടുത്തിട്ട് ഇതിൻ്റെ അടിയിൽ വരുന്ന വെള്ളത്തിന് നമുക്ക് ഒഴുക്കി കളയാനുള്ള സംവിധാനമാണ് ഈ പറയുന്നത്. അതായത് അതെങ്ങനെ കൊടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പുറം ചുമരിന് പാരലായിട്ട്, അതായത് നമ്മുടെ പുറത്തെ ഭിത്തിക്ക് പാരലായിട്ട് 20 മുതൽ 30 സെൻറ്റിമീറ്റർ വരെ വീതിയിൽ സ്ഥാപിക്കുന്ന, അതായത് ഒരടി വരെ വീതിയിൽ നമ്മൾ കൊടുക്കുന്ന ഒരു അറ പോലെ കൊടുക്കുന്നൊരു സംഭവം ആണ് എയർ ഡ്രെയിൻ എന്ന് നമ്മൾ പറയുന്നത്. ഇപ്പോൾ ഇതിൽ ചിത്രത്തിൽ അത് കാണിച്ചിട്ടുണ്ട്. ആ ചുമരിൻ്റെ അവിടെ നിന്ന് ഒരടി വീതിയിൽ ഒരു ഹോള് പോലെ, ഒരു അറ പോലെ ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്, അങ്ങനെ ചെരിച്ചിങ്ങനെ കൊടുത്തിട്ടില്ലേ? മുകളിലെ RCC സ്ലാബ് തുറന്ന് അകത്ത് ജലം കടക്കുന്നത് നമുക്ക് പരിശോധിക്കാം. ഇപ്പോൾ ഇതിൻ്റെ മുകളിലൊരു സ്ലാബ് ഇട്ടിട്ടുണ്ട്, RCCയുടെ സ്ലാബ്. ആ സ്ലാബ് നമുക്ക് എടുത്ത് പൊന്തിച്ചിട്ട് അതിൻ്റെ അടിയിലേക്ക് ഈ ഫൗണ്ടേഷനിൽ നിന്ന് വരുന്ന വെള്ളം അതിൽ കടന്നിട്ടുണ്ടോ എന്ന് നമുക്ക് പരിശോധിക്കാൻ പറ്റും. വായു കടക്കുന്നതിനായിട്ട് ഓപ്പണിങ്ങും നമ്മളതിൽ കൊടുത്തിരിക്കുന്നതെന്ന് പറയണത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ ഫൗണ്ടേഷൻ്റെ, അതായത് നമ്മുടെ ഫൗണ്ടേഷനിൽ നിന്ന് ബേസ്മെൻറ്റിലേക്ക് വരുന്ന വെള്ളം പോകാൻ വേണ്ടിയിട്ട് ഒരു എയർ ഡ്രെയിൻ കൊടുക്കുക എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഒരു കാനൊക്കെ കൊടുക്കുന്ന പോലെ തന്നെ ഈ ചുമരിനോട് ചേർന്നിട്ട് നമ്മളൊരു അത് ഈ വെള്ളം നിൽക്കുന്ന സ്ഥലങ്ങളിലാണ് കേട്ടോ നമ്മളതൊക്കെ ചെയ്യാം. അപ്പോൾ ഈ പാടം നികത്തി വീട് വയ്ക്കുക അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളില്ലേ, മഴ വെല്ലുമ്പോൾ വെള്ളക്കെട്ടുണ്ടാകുന്ന സ്ഥലങ്ങൾ, അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ആയിരിക്കും നമ്മൾ കൂടുതൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത്. വെള്ളം കൂടുതൽ, അതായത് വെള്ളം ഇറങ്ങിപ്പോയിട്ട് ബേസ്മെൻറ്റിൻ്റെ നമ്മുടെ ഫൗണ്ടേഷനും കടന്ന് ബേസ്മെൻറ്റിൻ്റെ മുകളിലേക്ക് കടന്ന് അത് മുകളിലേക്ക് ഫ്ലോറിലേക്കൊക്കെ വെള്ളം എടുക്കില്ലേ, അപ്പോൾ അങ്ങനെ വരുന്ന വെള്ളത്തിനെ നമ്മളൊരു എയർ ഡ്രെയിൻ ഇട്ടിട്ട് അതിനെ വഴിതിരിച്ച് വിടുന്ന ഒരു സാഹചര്യം. അത് ഇത്രയേ ഉള്ളൂ. നമ്മുടെ ചുമരിൻ്റെ പുറത്തെ ഭിത്തിയോട് ചേർന്ന് നമ്മൾ ഒരടി വീതിയിൽ നമ്മൾ എന്തുണ്ടാക്കുന്നു? ഒരു എയർ ഡ്രെയിൻ നമ്മൾ ഒരു അറ പോലെ നമ്മൾ കൊടുക്കുന്നു. അതാണ് ഈ എയർ ഡ്രെയിൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ മുകളിൽ നമ്മളൊരു RCC സ്ലാബ് ഇടും. അതെടുത്ത് പൊക്കിയിട്ട് നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി വെള്ളം വരുന്നത് നോക്കാനും ഇത് ക്ലീൻ ചെയ്യാനുള്ള സംവിധാനം നമുക്കതിൽ ഉണ്ട്. ഇത്രയേ ഉള്ളൂ ഈ ഫൗണ്ടേഷൻ ഡാം പ്രൂഫിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ പറയണത് ബേസ്മെൻറ്റിലെ ഡാം പ്രൂഫിംഗ് ആണ്. ബേസ്മെൻറ്റിലെ ഡാം പ്രൂഫിങ്ങിൽ എന്താ പറയുന്നത്? ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ ആസ്ഫാൾട്ട് ടാങ്കിങ് സ്ഥാപിച്ചാണ് ബേസ്മെൻറ്റ് ഡാം പ്രൂഫിങ് ചെയ്യുന്നത്. ബേസ്മെൻറ്റ് ഫ്ലോറിലും അതുപോലെ തന്നെ ചുമരിലും, ഫ്ലോറിലാണെങ്കിൽ 30 മില്ലിമീറ്റർ കനത്തിൽ, ചുമരിലാണെങ്കിൽ 20 മില്ലിമീറ്റർ കനത്തിൽ 3 കോട്ട് ആസ്ഫാൾട്ടിക് ലെയർ ഉണ്ടായിരിക്കും. കുത്തനെ വരുന്ന DPC നിലത്തിൻ്റെ ലെവലിൽ നിന്നും
15 സെൻറ്റിമീറ്റർ ഉയരത്തിൽ വരെ വേണം. ഫ്ലോർ സ്ലാബ് നിർമ്മാണ ഘട്ടത്തിൽ DPCക്ക് തകരാറ് സംഭവിക്കാതിരിക്കാനായി പരന്ന ഇഷ്ടികകൾ വിരിച്ചിരിക്കുന്നു. ഇത്രയേ ഉള്ളൂ. അതായത് എന്താ പറയണേ, നമ്മുടെ ബേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ ഫൗണ്ടേഷന് മുകളിൽ വരുന്ന നമുക്ക് നമ്മുടെ എലിവേഷനിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഭാഗത്തിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ബേസ്മെൻറ്റ് എന്ന് പറയണത് അല്ലേ. അപ്പോൾ ഈ ബേസ്മെൻറ്റ് എന്ന് പറയുന്നത്, ബേസ്മെൻറ്റിൽ നമ്മൾ കൊടുക്കുന്നത് ആസ്ഫാൾട്ട് ടാങ്കിങ് ആണ്. ആസ്ഫാൾട്ട് ടാങ്ക് സ്ഥാപിച്ചിട്ടാണ് നമ്മൾ ബേസ്മെൻറ്റിൽ ഡാം പ്രൂഫിങ് ചെയ്യുന്നതാണ്. ആസ്ഫാൾട്ട് എന്താണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ സമയത്ത് ഈ ആസ്ഫാൾട്ടും അതുപോലെ തന്നെ ബിറ്റുമിനൊക്കെ നമ്മൾ ടാറിൽ നിന്ന് നേർപ്പിച്ചെടുക്കുന്ന മെറ്റീരിയൽസുകളാണ്. അപ്പോൾ ഡാം പ്രൂഫിങ് ചെയ്യുന്നത് ബേസ്മെൻറ്റ് ഫ്ലോറിലും ചുമരിലും, ബേസ്മെൻറ്റിൻ്റെ ഫ്ലോറിലും അതുപോലെ തന്നെ നമ്മൾ എവിടെ കൊടുക്കുന്നുണ്ട്, ചുമരിലും നമ്മൾ 3 കോട്ട് വീതം ആസ്ഫാൾട്ടിക്കിൻ്റെ ലെയർ നമ്മൾ കൊടുക്കുന്നുണ്ട്. 3 ലെയർ വീതം നമ്മൾ ആസ്ഫാൾട്ടിക്കിൻ്റെ ലെയർ കൊടുക്കുന്നുണ്ട്. അത് ഫ്ലോറിലാണെങ്കിൽ അത് 30 മില്ലിമീറ്ററും ചുമരിലാണെങ്കിൽ 20 മില്ലിമീറ്ററും ആണ്. വോയിസ് ലാഗാവുണ്ടോ? അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് എന്തായിരുന്നു, ബേസ്മെൻറ്റിലെ ഡാം പ്രൂഫിങ് എങ്ങനെയാണെന്നുള്ളത്. അതിന് നമ്മൾ കൊടുക്കുന്നത് എന്താ പറഞ്ഞത്, ആസ്ഫാൾട്ടാണ് നമ്മൾ എന്തായിട്ട് കൊടുക്കുന്നത്, നമ്മൾ ബേസ്മെൻറ്റിലെ ഡാം പ്രൂഫിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ആസ്ഫാൾട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ എന്താ പറയുക, ടാറിൽ നിന്ന് നേർപ്പിച്ചെടുത്തിട്ടുള്ള ഒരു ലൈനെയാണ് ഈ ആസ്ഫാൾട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മുടെ ബേസ്മെൻറ്റിൻ്റെ ഫ്ലോറിലും അതുപോലെ തന്നെ ചുമരിലും നമ്മൾ എന്ത് കൊടുക്കുന്നുണ്ട്, ഈ നമ്മുടെ ഈ ഡാം പ്രൂഫിങ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അതായത് ഈ ആസ്ഫാൾട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഫ്ലോറിലാണെങ്കിൽ 30 മില്ലിമീറ്ററും അതുപോലെ തന്നെ ചുമരിലാണെന്നുണ്ടെങ്കിൽ 20 മില്ലിമീറ്ററും ആണ് നമ്മൾ അതിൻ്റെ തിക്നെസ് പറയുന്നത്. അത് 3 ലെയറായിട്ടാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്, ഈ ഡാം പ്രൂഫിങ് കോഴ്സ് നമ്മൾ കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഈ കുത്തനെ വരുന്ന DPC നിലത്തിൻ്റെ ലെവലിൽ നിന്നും 15 സെൻറ്റിമീറ്റർ ഉയരത്തിൽ വേണം കൊടുക്കാമെന്ന് പറയുന്നുണ്ട്. അതിൻ്റെ കാരണം പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫ്ലോർ സ്ലാബ് നിർമ്മാണ ഘട്ടത്തിൽ, അതായത് ഫ്ലോറിൻ്റെ സ്ലാബ് നമ്മൾ നിർമ്മിക്കുന്ന സമയത്ത് DPCക്ക് തകരാറ് സംഭവിക്കാതിരിക്കാനായിട്ട് പരന്ന ഇഷ്ടികകൾ നമ്മൾ വിരിച്ചിരിക്കുന്നതാണ്. അതിപ്പോൾ ചിത്രത്തിൽ അതിൻ്റെ ഒരു ഏകദേശം മോഡൽ അവരത് കൊടുത്തിട്ടുണ്ട്. ആസ്ഫാൾട്ട് ടാങ്കിങ് ഫോർ ബേസ്മെൻറ്റ് എന്നും പറഞ്ഞിട്ട്. നമ്മളതിൻ്റെ ബേസ്മെൻറ്റിൻ്റെ മുകളിൽ ബേസ്മെൻറ്റാണ്, അതിൻ്റെ ഫ്ലോർ സ്ലാബാണ് ടോപ്പിൽ കാണിച്ചിട്ടുള്ളത്. ആ DPC ഏറ്റവും അടിയിലത്തെയാണ് DPC. അതിൻ്റെ മുകളിൽ അവർ DPCയുടെ മുകളിൽ ഒരു ഇഷ്ടിക വിരിച്ചിട്ടുണ്ട്. അതിന് മുകളിലാണ് ഫ്ലോറിങ്. അതുപോലെ തന്നെ ബാക്കി അതിന് കോൺക്രീറ്റ് ഇട്ടിട്ട് ബാക്കി ഫ്ലോറിങ് നമ്മൾ ചെയ്യണം. ആദ്യം ഏറ്റവും അടിയിൽ DPC ഇട്ടിട്ടുണ്ട്. അതിനുശേഷം ഒരു കട്ട വിരിക്കുകയാണ് ചെയ്യുന്നത്. ആ കട്ട വിരിക്കണത് എന്തിനാണെന്ന് പറഞ്ഞാൽ DPCക്ക് തകരാറ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ആ കട്ട വിരിച്ചിട്ട് അതിൻ്റെ മുകളിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫ്ലോറിങ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഈ രീതിയൊന്നും അല്ല കേട്ടോ, ഇതൊക്കെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരുപാട് രീതികൾ ഡാം പ്രൂഫിങ്ങിന് ഇപ്പം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് തിയറിക്കലായിട്ട് ഇങ്ങനെ പറയുന്നതെന്നുള്ളൂ. ഇപ്പോൾ 4 രീതിയിൽ ചെയ്യാമെന്ന് മാത്രം. ഒന്നാമത് പറഞ്ഞത് എന്താണ്, ഫൗണ്ടേഷനിൽ ഡാം പ്രൂഫിങ്, ഫൗണ്ടേഷനിൽ നമുക്ക് ഡാം പ്രൂഫിങ് കൊടുക്കാം. പിന്നെ രണ്ടാമത് പറയണത് ബേസ്മെൻറ്റിൽ നമുക്ക് ഡാം പ്രൂഫിങ്. ഇപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ മാത്രമൊന്നുമല്ല കൊടുക്കണം. ഇപ്പോൾ പല ലേറ്റസ്റ്റ് ആയിട്ടുള്ള പല മെത്തേഡിലും നമുക്ക് DPC കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇപ്പോൾ നാളൊക്കെ അതിൻ്റെ വീഡിയോസൊക്കെ നമുക്ക് യൂട്യൂബിൽ ഇതിലൊക്കെ ലഭ്യമാണ്. ഈ ഡാം പ്രൂഫിങ് കൊടുക്കണതിൻ്റെ അവർ ഈ ആസ്ഫാൾട്ട് സംഭവങ്ങളൊക്കെ തന്നെയാണ് അവർ ഉപയോഗിക്കുന്നത്. പക്ഷെ അത് ബേസ്മെൻറ്റിൻ്റെ ആ പ്ലിന്ത് ലെവലിലും അതുപോലെ തന്നെ എർത്ത് ഫില്ലിങ് ചെയ്യണതിൻ്റെ സൈഡിലൊക്കെ കൊടുക്കുന്ന ഒരു സംവിധാനം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ പല രീതിയിലും നമുക്കുണ്ട്. നമുക്കിപ്പോൾ തിയറിക്കലായിട്ട് ചോദിക്കുമ്പോൾ ഈ 4 മെത്തേഡ് നമുക്ക് എഴുതി വെക്കാമെന്ന് മാത്രം കേട്ടോ. ഇതിന് ശേഷമൊക്കെ ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് വന്നിട്ടുണ്ട്. പിന്നെ പറയണത് എന്താണ്, ഫ്ലോറിലെ ഡാം പ്രൂഫിംഗ് ആണ് പിന്നെ പറയണത്. അതായത് ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ നിരപ്പ് ഭൂമിയുടെ നിരപ്പിലോ അതിന് തൊട്ട് മുകളിലോ ആണെങ്കിൽ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന പോലെ മുഴുവനായിട്ട് മാസ്റ്റിക് ആസ്ഫാൾട്ട് മെംബ്രെയിൻ, ഇതാണ് ഇന്നലെ നമ്മുടെ സർജിത്ത് പറഞ്ഞ സംഭവം, DPC അല്ലെങ്കിൽ ഫൈബ്രസ് ആസ്ഫാൾട്ട് മെംബ്രെയിൻ DPC ചെയ്ത് നമുക്ക് ഡാം പ്രൂഫിങ് ചെയ്യാം. ഫ്ലോർ സ്ലാബ് നിർമ്മാണ ഘട്ടത്തിൽ DPCക്ക് തകരാറ് സംഭവിക്കാതിരിക്കാനായിട്ട് പൂഴി വിതറി അതിന്മേൽ പരന്ന ഇഷ്ടികകൾ വിരിച്ചിരിക്കുന്നു എന്ന് പറയും.
അപ്പോൾ അടുത്തത് എവിടെയാണ് പറയണത്? ഫ്ലോറിലാണ് ഡാം പ്രൂഫിങ് പറയണത്. എന്താ? ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ നിരപ്പ് ഭൂമിയുടെ നിരപ്പിലോ അതിന് തൊട്ട് മുകളിലോ ആണെങ്കിൽ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ മുഴുവനായിട്ട് നമുക്ക് എന്ത് കൊടുക്കാം? മാസ്റ്റിക് ആസ്ഫാൾട്ടിൻ്റെ മെംബ്രെയിൻ DPC അല്ലെങ്കിൽ ഫൈബ്രസ്. ഇത് കഴിഞ്ഞ ദിവസം സർജിത്ത് പറഞ്ഞ സംഭവം ഇതല്ലേ? ഈ ഒരു ഷീറ്റാണ് ഇങ്ങനെ ചൂടാക്കിയിട്ട് ചെയ്യും. സൈഡില് സ്ട്രക്ചറിന്റെ അത് ബേസ്മെന്റ് വരെയുള്ള സ്ട്രക്ചറിൽ ഇത് ചെയ്യും. ഈ കോൾട്ടാർ എപ്പോക്സി അടിച്ചിട്ട് ആസ്ഫാൾട്ട് ചെയ്തിട്ട് അതാണ്. ഈ മെംബ്രെയിൻ എന്ന് പറയുന്ന സംഭവം എന്താ? ഒരു ഞാൻ ഗൾഫിൽ കണ്ടത് ഒരു ബ്ലാക്ക് ഷീറ്റാണ്. ഇതിന്റെ കോൾട്ടാറിന്റെ മാതിരി തന്നെയുള്ള ഒരു ഷീറ്റാണ്. ആ ഷീറ്റ് ഈ വെതറിനെ ഈ മഴന്റെതൊക്കെ പ്രൊട്ടക്ട് ചെയ്യണം തോന്നുന്നു. വെള്ളത്തിന്റെ തീരെ ഉണ്ട്. കാരണം ഞാൻ ഇവിടെ ഹൈവേയിൽ കണ്ട് ഞാനത്. അത് പക്ഷെ ഒരു വൈറ്റ് കളറും ഉണ്ട്, ബ്ലാക്ക് കളറും ഉണ്ട്. അവർ അടിയിൽ വിരിക്കുന്നത് ബ്ലാക്ക് കളർ ഷീറ്റാണ്. അതായത് റോഡ് തുടങ്ങുമ്പോൾ മണ്ണിടുന്നതിന് മുമ്പ് അവർ അടിയിലൊരു ഷീറ്റ് ഇടുന്നുണ്ട്. അതൊരു ബ്ലാക്ക് കളർ ഷീറ്റ് ഇടുന്നത്. അത് കഴിഞ്ഞിട്ട് പക്ഷെ സൈഡിൽ ഇടുന്നത് ഒരു വൈറ്റ് കളർ ഷീറ്റ്. അതെന്താണെന്ന് ഞാൻ അങ്ങനെ നോക്കാറുണ്ട് ബസ്സിൽ വരുമ്പോൾ. വൈറ്റ് ഷീറ്റ് എനിക്കറിയില്ല, ഞാൻ ബ്ലാക്ക് ഷീറ്റ് യൂസ് ചെയ്തു. ബ്ലാക്ക് കണ്ടിട്ടുണ്ട്. അതായത് ഇവര് മണ്ണിടുന്നതിന് മുമ്പ് അടിയിൽ ഇങ്ങനെ ബ്ലാക്ക് ഷീറ്റുകൾ ഇങ്ങനെ വിരിച്ചിടണ കണ്ടിട്ടുണ്ട്. എന്നിട്ട് അതിന്റെ മുകളിൽ ഇങ്ങനെ കെട്ടി വരുന്നത് എന്താ സംഭവം നമുക്കറിയില്ല. ഞാനപ്പോൾ അത് ആലോചിക്കാറുണ്ട്. സ്ലാബിന്റെ പ്രൊട്ടക്ഷന് വേണ്ടി ചെയ്യുന്നതാണ് സർജിത് ഭായ് പറഞ്ഞത്. അത് നമ്മൾ മുകളിൽ വെച്ചിട്ട് ഹീറ്റ് ചെയ്തിട്ട് ചെയ്യുന്ന ട്രീറ്റ്മെന്റ് ഗൾഫിലൊക്കെ കൂടുതൽ ചെയ്യുന്നത്. സ്ലാബിന്റെ പ്രൊട്ടക്ഷന് വേണ്ടി. പിന്നെ അതേപോലെ പിന്നെ വേറൊരു സംഭവം കൂടി അവിടെ പി ഷീറ്റ് നമ്മള് ബാക്ക് ഫില്ല് ചെയ്യൂലേ ഫൗണ്ടേഷനില്, അതിന്റെ മുകളില് ഈ കോൺക്രീറ്റ് നമ്മള് ഈ PCC ചെയ്യല്ലോ ഇതിന് തറക്ക്. അപ്പൊ അതിന് പി ഷീറ്റ് യൂസ് ചെയ്യും ഗൾഫില്. അതും ഇതേപോലെയുള്ള ഒരു പ്രൊട്ടക്ഷന്റെ പാർട്ട് ഈ ടെർമൈറ്റിന്റെ ഇതിനൊക്കെ ആണെന്ന് തോന്നുന്നല്ലേ. ആണല്ലേ? എന്താ പേര് പറഞ്ഞ സാധനത്തിന്റെ? ഷീറ്റ്. വൈറ്റ് നമ്മളെ പ്ലാസ്റ്റിക് ഷീറ്റ് മാതിരിയുള്ള. ഞാൻ പറഞ്ഞ സംഭവം ഇവിടെ അത് അങ്ങനെ കണ്ടിട്ടുണ്ട് ഞാൻ. ഒരു വൈറ്റ് ഷീറ്റ്, അതിന് തിക്നെസ് ഉണ്ട് ആ ഷീറ്റിന്. അതായത് ഈ ഹൈവേയുടെ വർക്കിൽ അവർ അത് ഇട്ടിട്ടാണ് അതിന്റെ മുകളിലാണ് മണ്ണിടുന്നത്. സൈഡിലൊക്കെ സൈഡിൽ ആദ്യം അവർ വാള് കെട്ടുമല്ലോ രണ്ട് സൈഡിലും. എന്നിട്ടാണല്ലോ അവർ മണ്ണ് ഫില്ല് ചെയ്യുന്നത്. അപ്പോൾ ആ മണ്ണ് ഫില്ല് ചെയ്യുമ്പോൾ ഈ ഷീറ്റ് ഈ വോളിന്റെ ഫുള്ള് കവർ ചെയ്തിട്ട് ആണ് ആ മണ്ണ് ഫില്ല് ചെയ്യുന്നത് അവർ. ഒരു വൈറ്റ് കളർ ഷീറ്റാണ്. അത് തിക്നെസ് ഉണ്ട് അതിന്. പ്ലാസ്റ്റിക് ഷീറ്റ് പോലെ തോന്നും കണ്ടു കഴിഞ്ഞാൽ. അത് എന്താണെന്ന് അറിയില്ല. നമുക്ക് നോക്കാം എന്താ സംഭവം എന്നുള്ളത്. ഇപ്പോൾ ലേറ്റ് ഞാൻ പറഞ്ഞു നമുക്ക് ഇതിൽ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നോർമലായിട്ട് അന്നത്തെ കാലത്ത് ഉള്ള സംഭവങ്ങളാണ്. ഇപ്പം അതിനേക്കാൾക്ക് ലേറ്റസ്റ്റ് ആയിട്ട് ഒരുപാട് മാറ്റങ്ങൾ ഇപ്പോൾ നമുക്ക് വന്നിട്ടുണ്ടല്ലോ. DPC ഇതിനൊക്കെ എന്തുണ്ടെങ്കിലും അതിനൊക്കെ ടെക്നോളജി ഒക്കെ ഒരുപാട് കൂടിയതല്ലേ. അപ്പം നമുക്ക് തിയറിക്കലായിട്ട് പക്ഷെ ഇത് ചിലപ്പോൾ അവിടുത്തെ നമ്മുടെ ഈ കാലാവസ്ഥയും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഒരു ഭാഗമാണല്ലോ. എന്തിൻ്റെ പർപ്പസിലാണ് അവരത് കൊടുക്കണേന്ന് നമുക്കറിയില്ലല്ലോ. നമ്മുടെ അവിടെ എന്ന് വെച്ചപ്പോൾ മഴ അധികം ഉണ്ടാവുന്ന സ്ഥലങ്ങളല്ലല്ലോ. അപ്പം അത് എന്ത് പർപ്പസിൻ്റെ പുറത്താണ് അവർ ആ ഷീറ്റ് കൊടുക്കണേന്നുള്ളത് നമുക്കറിയില്ല. നമുക്ക് എന്തായാലും നോക്കാം എന്താ സംഭവം എന്നുള്ളത്. PU ഷീറ്റ് അല്ലേ? അതെല്ലേ. നമുക്ക് നോക്കാം അത് എന്താന്നുള്ളത്. നോക്കാം. അപ്പം ഇങ്ങനെ ഇപ്പോൾ ബേസ്മെൻറ്റിൻ്റെ ഡാം പ്രൂഫിങ്. പിന്നെ നമുക്ക് വരുന്നത് ഭിത്തിയിലെ ഡാം പ്രൂഫിങ് ആണ്. അപ്പോൾ അതായത് അകത്തെ ഭിത്തിക്ക് കോൺക്രീറ്റ് ഫ്ലോർ മുകളിലെ പ്രതലത്തിൻ്റെ നിരപ്പിൽ DPC ചെയ്തിരിക്കും. അകത്തെ ഒരു ഭിത്തിയുമായിട്ട് ബന്ധിപ്പിച്ചിരിക്കുന്ന രണ്ട് ഫ്ലോറുകൾ രണ്ട് നിരപ്പിലാണെങ്കിൽ താഴെ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ DPC ചെയ്തിരിക്കുന്നു. അതായത് അകത്തെ ഭിത്തിക്ക് കോൺക്രീറ്റ് ഫ്ലോറ് മുകളിലെ പ്രതലത്തിൻ്റെ നിരപ്പിൽ DPC ചെയ്തിരിക്കും. കോൺക്രീറ്റ് ഫ്ലോറ് മുകളിലെ പ്രതലത്തിൻ്റെ നിരപ്പിൽ നമ്മൾ എന്ത് ചെയ്തിരിക്കും? DPC ചെയ്തിരിക്കും. ലീൻ കോൺക്രീറ്റ് ആ കോൺക്രീറ്റിൻ്റെ മുകളിൽ നമ്മൾ DPC ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ബ്രിക്ക് വിരിച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലാണ് അവർ എന്ത് കൊടുത്തിട്ടുള്ളത്?
ഈ ഫ്ലോറിൻ്റെ നമ്മുടെ ഇത് വരുന്നത്. ഫോർ ഇൻറ്റേർണൽ വാള്, ഉള്ളിലത്തെ വാളിൽ. അതിൻ്റെ പ്രത്യേകത പറഞ്ഞിട്ടുള്ളത് ഇതാണ്. അതായത് നമ്മൾ ഈ പ്രതലത്തിൻ്റെ നിരപ്പിനെ അകത്തെ ഒരു ഭിത്തിയുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന രണ്ട് ഫ്ലോർ, രണ്ട് നിരപ്പിലാണെന്നുണ്ടെങ്കിൽ ആണ് നമുക്ക് അങ്ങനെയാണെന്നുണ്ടെങ്കിലാണ് കേട്ടോ ഈ രീതി അവർ പറഞ്ഞിട്ടുള്ളത്. രണ്ട് രീതിയാണെന്നുണ്ടെങ്കിൽ. ഇപ്പോൾ ഇത് ചെയ്യുന്ന മെത്തേഡുകളാണ് ഇപ്പോൾ ഇതിൽ പറഞ്ഞിട്ടുള്ളത്. ഇതല്ലാതെ വേറെ ഒരു ഇതും കൂടി ഉണ്ട്. അത് പക്ഷേ ഈ നോട്ടിലില്ല. അത് ഞാൻ എടുത്തിട്ട് അത് പറഞ്ഞു തരാം. നമ്മുടെ ടെക്സ്റ്റിലില്ല അതിൻ്റേത്. അതായത് അത് വേറെ ചില രീതികളുണ്ട്, മെത്തേഡുകൾ. അത് മറന്നുപോയി. ഇതിങ്ങനെ മനസ്സിലാക്കി വയ്ക്കുക. 4 രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഡാം പ്രൂഫിങ് ചെയ്യാം. അതായത് ഈ 4 കാരണങ്ങൾ തന്നെയാണ് നമുക്ക് തുടക്കത്തിൽ നമ്മുടെ അതിൻ്റെ കാരണങ്ങൾ പറഞ്ഞപ്പോൾ നമ്മൾ അതിൽ പറഞ്ഞിട്ടുള്ളത്. ഒരു 6 കാരണങ്ങൾ പറഞ്ഞതിൽ 4 എണ്ണം ഇപ്പോൾ നമ്മൾ പറഞ്ഞതിൽ തന്നെയാണ്. കൂടുതലും വെള്ളം കയറുന്ന സാഹചര്യം എന്ന് പറയുന്നത്, വീടിനകത്തേക്ക് വെള്ളം കയറുന്ന സാഹചര്യം എന്ന് പറയുന്നത് ഈ പറഞ്ഞ 4 മെത്തേഡാണ്. ഒന്ന് ഫൗണ്ടേഷൻ, രണ്ടാമത്തേത് ബേസ്മെൻറ്റ്, മൂന്നാമത്തേത് എന്തായിരുന്നു, ഫൗണ്ടേഷൻ, ബേസ്മെൻറ്റ്, ഫ്ലോറ്, നാലാമത്തേത് നമ്മുടെ വോള്. ഇങ്ങനെ 4 രീതിയിലാണ് നമ്മുടെ വീടിനകത്തേക്ക് വെള്ളം കയറുന്ന 4 സാഹചര്യങ്ങൾ. അത് 4 രീതിയിൽ നമ്മളതിനെ ബ്ലോക്ക് ചെയ്യുക എന്നുള്ളതാണ് ഈ 4 മെത്തേഡ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ അകത്തേക്ക് കടക്കുന്ന വെള്ളത്തിനെ നമ്മൾ സ്റ്റോപ്പ് ആക്കുക എന്നുള്ളതാണ്. ഇതല്ലാതെ വേറൊരു റീസൺ ഇതും കൂടി ഉണ്ട്. അതും കൂടി ഞാൻ ഇട്ട് തരാം. കാരണം ഇത് എന്താ ഇത് അല്ല, വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്, എങ്ങനെ എന്തൊക്കെയാണ് അതിൻ്റെ ചെയ്യാൻ വേണ്ടി അതിന് ഉപയോഗിക്കുന്നത് എന്നുള്ളത്. പക്ഷെ അത് ക്വസ്റ്റ്യൻ എനിക്ക് ഓർമ്മയിൽ വരുന്നില്ല. ഞാൻ നോക്കിയിട്ട് അത് പറഞ്ഞുതരാം കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് ഈ മെംബ്രെയിനും അതുപോലെ PE ഷീറ്റും എന്താണെന്നൊക്കെ നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇന്നാളെ ഞാനൊരു വീഡിയോയിൽ കണ്ടതെന്ന് വെച്ചാൽ ബേസ്മെൻറ്റിൻ്റെ മുകളിൽ ഈ ആസ്ഫാൾട്ട് സംഭവം അവർ ബേസ്മെൻറ്റിൻ്റെ പ്ലിന്തിൻ്റെ മുകളിൽ അവർ അടിച്ചു കൊടുക്കുന്നുണ്ട്. അത് കൂടാണ്ട് ഈ എർത്ത് ഫില്ലിങ് നടത്തുന്നതിന് മുമ്പ്, അതായത് എർത്ത് ഫില്ലിങ്ങിന് മുമ്പ് അതിൻ്റെ ഉൾവശത്ത് നമ്മുടെ ബേസ്മെൻറ്റിൻ്റെ ഉൾവശത്തെ ഇതില്ലേ, അവിടെ ഈ സംഭവം ചെയ്തു കൊടുക്കുന്നുണ്ട്. ഈ എന്താ പറയുക, DPC ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതായത് മണ്ണിൻ്റെ അകത്ത് ഏതെങ്കിലും കാരണവശാൽ ഈ ഇതിൻ്റെ അകത്തേക്ക് വെള്ളം ഇറങ്ങിക്കഴിഞ്ഞാൽ, അപ്പോൾ ഫൗണ്ടേഷനിൽ നിന്ന് വെള്ളം മുകളിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നേരെ ഈ എർത്തിലേക്കാണല്ലോ വരിക. അപ്പോൾ ഈ എർത്ത് മണ്ണിലേക്ക് വന്നു കഴിഞ്ഞിട്ട് പിന്നെ അത് ബേസ്മെൻറ്റിലേക്ക് കടന്ന് വീണ്ടും അത് ചുമരിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാനാണെന്നാണ് അവർ പറയുന്നത്. നമ്മളൊരു ഫേസ്ബുക്കിലൊരു വീഡിയോ കണ്ടു. അപ്പോൾ അങ്ങനെ പല രീതിയിൽ DPC കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരുകൾ, അപ്പോൾ അതിൻ്റെ പുതിയ കുറേ കാര്യങ്ങളും സംഭവങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് നോക്കാം, നമുക്ക് അതിനെക്കുറിച്ചൊക്കെ ഒരു ചർച്ചയൊക്കെ വയ്ക്കാം. അപ്പോൾ പലർക്കും പല കാര്യങ്ങളും ഈ ഫീൽഡിൽ നിൽക്കുന്നവരാകുമ്പോഴേ പലരും ചെയ്യുന്ന പല മെത്തേഡുകൾ ഉണ്ടായിരിക്കും. അപ്പം എല്ലാവർക്കും അതിനെക്കുറിച്ച് അറിയാൻ പറ്റുമല്ലോ നമുക്ക്, എങ്ങനെയൊക്കെയാണ് ഇത് ചെയ്യണേ, എന്താക്കിയാന്നുള്ളത്. ബേസ്മെന്റിന്റെ മേലേക്ക് DPC ചെയ്യുന്ന നല്ല മെത്തേഡ് ഏതാണ്? ബേസ്മെന്റിന്റെ അതല്ല വോളിൽ ചെയ്യും, മേലേക്ക് ഭിത്തിക്ക് ചെയ്യും. വോളില് അതിന്റെ DPC ഇതന്നെയാണോ? DPC ആയിട്ട് തന്നെ കൊടുക്കുന്നതെന്ന് പറഞ്ഞ് ഫ്ലോറിൽ, അതായത് ഫ്ലോറിൽ മെമ്പറേം പോലെ അല്ലേ? ഇത്രയേ ഉള്ളൂ നമുക്ക് DPCയുടെ ചാപ്റ്ററിൽ. തിയറിക്കലി നമുക്ക് പഠിക്കാൻ ഇത്ര കാര്യങ്ങളുള്ളൂ. പക്ഷെ ഇതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ എന്തായാലും നമുക്ക് വരും. അപ്പോൾ ഇതൊന്ന് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ബാക്കി നമുക്ക് ഇതിൻ്റെ പുതിയ ടെക്നോളജിയും കാര്യങ്ങളൊക്കെ നമുക്ക് എന്താ പറയുക നോക്കാം. അതെല്ലാവരും വരുന്ന സമയത്തൊക്കെ നമുക്കതിനെക്കുറിച്ച് എന്തായാലും റിവിഷനൊക്കെ നടക്കുന്ന സമയത്ത് കൂടുതൽ കാര്യങ്ങൾ അപ്പോൾ എല്ലാവരും ഉണ്ടാവുമല്ലോ. അപ്പോൾ ഈ നോമ്പൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും വരട്ടെ. അപ്പോൾ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം കേട്ടോ. അതോടൊപ്പം റിവിഷനും ആക്കാം. അപ്പോൾ ഇത്രയാണ് നമുക്ക് DPCയിൽ പഠിക്കാനുള്ളത്.